സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഐ ആം നോട്ട്. ലോകത്തെ മേൽകീഴ് മറിക്കാൻ പോകുന്ന പവറാണ് ഗോസ്പൽ. ഇറ്റ് ഈസ് എ പവർ ദാറ്റ് ഈസ് ഗോയിങ് ടു ടേൺ ദ വേൾഡ് അപ്സൈഡ് ഡൗൺ. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ റോമാലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 6 വരെ വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ മാസം പഠിച്ചത്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ നമ്മൾ റോമാലേഖനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് നിങ്ങൾക്കറിയാം, ബൈബിളിലെ അധ്യായങ്ങളും വാക്യങ്ങളും ബൈബിൾ എഴുതിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നോ? അങ്ങനെ തോന്നേ ഇല്ല. ഇത് ഏതാണ്ട് ഒരു 4 നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ്, പേര് ഞാൻ മറന്നുപോയി, ബൈബിളിനെ ഇയറിൽ എവിടെയോ പറയുന്നുണ്ടത്. അതായത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഒരു ബിഷപ്പാണ് ഇതിൻ്റെ ചാപ്റ്ററുകളെല്ലാം ഇട്ടത്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞാണ് വാക്യങ്ങൾ ഇട്ടത്. ഇപ്പോൾ ഈ അധ്യായം വാക്യങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാം, അല്ലെങ്കിൽ ഇന്ന അധ്യായം ഇന്ന വാക്യം എന്ന് പറയാം. പക്ഷേ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു കാര്യം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അധ്യായങ്ങൾ ഇട്ടിരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും 7-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ 7-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ തീർന്നെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അധ്യായങ്ങളെ നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കാതെ തുടർച്ചയായിട്ട് അങ്ങ് വായിച്ചു പോകണം. ഇന്ന് 7-ാം അധ്യായം വായിച്ചു നിർത്തി അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെ വായിക്കുമ്പോൾ ആളുകൾക്ക് ഒരുമിച്ച് വായിച്ചൊക്കെ പോകുമ്പോൾ അത് സഹായിക്കും എന്ന് പറയുന്നതിനപ്പുറത്ത് വ്യക്തിപരമായ വചന വായനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ അധ്യായങ്ങളെ വലിയ കാര്യമായിട്ട് ഗവനിക്കരുത്. ആ നമ്പറുകൾ. ഇപ്പം നമ്മളിപ്പോൾ ഈ ബൈബിളിൽ നമ്മൾ തന്നിരിക്കുന്നതനുസരിച്ച് 7-ാമത്തെ അധ്യായത്തിൻ്റെ 6 വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ 7, 8 എന്നൊക്കെ പറയുന്നത് 2 വിഷയങ്ങളല്ല ചർച്ച ചെയ്യുന്നത്. 6, 7, 8 ഒക്കെ സത്യത്തിൽ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാനൊന്ന് പറയാൻ പോവാണ്. നിങ്ങൾ വളരെ സജീവമായ ഒരു ശ്രദ്ധ എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. എന്നാൽ നിങ്ങൾ ഒരല്പം ശ്രദ്ധ എനിക്ക് തന്നാൽ, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരല്ല, ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല ബൈബിൾ മനസ്സിലാവാത്തത്. അതായത് ബയോളജിയും കെമിസ്ട്രിയും മനസ്സിലാക്കാൻ എടുത്ത ഒരു സ്ട്രെയിൻ അല്ലെ ഒരാഗ്രഹം ഇത് മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മൾ എടുക്കത്തില്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, അല്ലെ സാധാരണയാണെന്ന് ചിന്തിച്ച് അത്ര ലൈറ്റായിട്ട് ഇതിനെ എടുക്കും. അതുകൊണ്ടാണ് പല കാര്യങ്ങളും മനസ്സിലാവാത്തത്. അപ്പോൾ ബൈബിള് ഞാൻ കേൾക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് മദർ തെരേസ പറഞ്ഞെന്ന്, അത് ഭയങ്കരമാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്നറിയാം, ഇയാൾ ഇതിനെ ഇങ്ങനെ പിടിക്കുന്നത് ഫോട്ടോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഇയാളിത് ഷോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിരിക്കുന്ന, ഇയാൾ ബൈബിളാ പിടിച്ചത് ഞങ്ങൾക്ക് അറിയാം, ഇങ്ങനെ പിടിക്കുന്ന വേണം. അപ്പോൾ എനിക്ക് ഇതെന്തായാലും കുറ്റം കേൾക്കുമ്പോൾ ഒരു വിഷമം വരത്തില്ലേ? ഇല്ലേ? അപ്പോൾ എനിക്ക് ഇന്നലെയാണ് അതിൻ്റെ ഒരു ആശ്വാസം കിട്ടിയത്. കാരണം മദർ തെരേസ പറഞ്ഞു, മാതാവ് ഉണ്ണീശോയെ എടുത്ത പോലാണ് ബൈബിൾ എടുക്കേണ്ടത്. ഹലോ, പിള്ളേരെ എങ്ങനെ എടുക്കുന്നത് നമ്മൾ? പിള്ളേരെ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത് ആണോ? അല്ല, പിള്ളേരെ നിങ്ങൾ കാലെ പിടിച്ച് തൂക്കിയാണ് ഇട്ടേക്കുന്നത്? അല്ലല്ലോ. അല്ല. അപ്പോൾ പിള്ളേരെ എടുക്കുന്ന പോലെ എടുക്കണ്ടേ? പിള്ളേരെ നമ്മളിങ്ങനെ എടുത്ത് ഒക്കത്ത് എടുക്കുന്നതല്ല, എവിടെ വെക്കുന്നത്? ഇങ്ങോട്ടല്ലേ വെക്കുന്നേ? ആണോ? വേലക്കാരെടുക്കുന്ന ആളുകൾക്ക് അറിയത്തില്ലായിരിക്കും. നിങ്ങൾ പിള്ളേരെ എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വേലക്കാരാണ് പിള്ളേരെ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. അപ്പോൾ അത്രയും ഗൗരവത്തോടെ, അത്രയും ശ്രദ്ധയോടെ, അത്രയും സ്നേഹത്തോടെ വേണം ബൈബിൾ എടുക്കാൻ. എന്ത് പറഞ്ഞപ്പോഴാണോ ഇത് പറഞ്ഞത്? ശ്രദ്ധ. ഇത്രയും ഒരു ശ്രദ്ധ ഇതിനകത്ത് വരണം, ഇത്രയും ഒരു താല്പര്യം വരണം, എന്നാലേ ബൈബിൾ മനസ്സിലാവൂ. അപ്പം ഞാൻ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് പറയുകയാണ്. അപ്പം നിങ്ങൾ അല്പം ശ്രദ്ധ തന്നാൽ നിങ്ങൾക്ക് പിന്നെ ബൈബിളെല്ലാം മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. പുതിയ കാര്യമല്ല ഞാൻ പറയാൻ പോണേ, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ ആ മെമ്മറി ഒന്ന് ഞാൻ ബ്രഷപ്പ് ചെയ്യാൻ പോവാണ്. ഒരിക്കൽ കൂടെ ഞാൻ നേരത്തെ ഇത് തുടക്കത്തിൽ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പക്ഷേ എനിക്കറിയാം അതെല്ലാം മറന്നുപോയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കാം, ചോദ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഉത്തരം നിങ്ങൾ മറന്നുപോയത്. എന്താണ് നീതി? ഇത് ഞാൻ പറഞ്ഞാണ് റോമാലേഖനം പഠിപ്പിച്ചപ്പോൾ ആദ്യം ഇത് പഠിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. എന്താണ് നീതി?
അതും ഇതും പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ നല്ല എറിഞ്ഞാലൊക്കെ തല പൊട്ടിപ്പോവും. അതും ഇതും പറഞ്ഞാൽ ഞാൻ എറി ചെയ്ത് വെച്ചിട്ട് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി. അതും ഇതും പറയരുത്. അല്ലല്ല, അത് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ദൈവനീതി അല്ലെങ്കിൽ നീതി? ഞാനതിനെ 2-3 ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിരുന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞിരുന്നു, അതായത് നീതി എന്ന് പറഞ്ഞാൽ എന്താണ്, നീതിയുടെ നിലവാരം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. നീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയത്തില്ലെന്ന് എനിക്കറിയാം, ഞാൻ വെറുതെ എന്തിൻ്റെ സമയം കളയുന്നു. നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാനുള്ള ജീവിത നിലവാരത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്. ഒന്നും എഴുതരുത് ഇപ്പം, എന്നെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, ദൈവം ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ജീവിത നിലവാരത്തിൻ്റെ പേരാണ് നീതി. എന്താണ് നീതി? ദൈവം ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ജീവിത നിലവാരം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നിലവാരമല്ല, എല്ലാ ആത്മീയ, ഭൗതിക, കൾച്ചറലായ, സ്വഭാവപരമായ എല്ലാ അർത്ഥത്തിലും ഒരാളിൽ നിന്ന്. ഇപ്പം ദൈവം എന്നെ നോക്കിയിട്ട് നീ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, നീ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, നീ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് ദൈവം വച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്, അതിൻ്റെ പേരാണ് നീതി. ഇത്രയും പിടി കിട്ടിയോ? എന്താണ് നീതി? അപ്പം ഒരു വിശ്വാസിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ജീവിത നിലവാരത്തിൻ്റെ പേരാണ് നീതി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസയരുടെയും നീതിയെ അതിന് മേളിൽ പോന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. മനസ്സിലായോ? ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സ്വീകാര്യരായി മാറുന്നതിന്, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ സന്തോഷിക്കുന്നതിന്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് തോന്നുമ്പോൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ദൈവം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ സ്റ്റാൻഡേർഡ്. ഇത്രയും മനസ്സിലായോ? ആ സ്റ്റാൻഡേർഡിൻ്റെ പേരാണ് എന്ത്? ദൈവ നീതി. ഇത്രയും മനസ്സിലായോ? ഹലോ, മനസ്സിലായില്ല? അതായത് ദൈവം നമ്മളിൽ നിന്ന്, അപ്പം ആ നീതി നമ്മൾ വിചാരിക്കുന്ന നീതിയെക്കാളും ഒത്തിരി മേളിലാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പല നീതിയുണ്ട്. ഒന്ന്, ലോക മനുഷ്യൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ആളുകൾ പറയും ഇന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇയാൾ ഒരു നല്ലവനാണ്. അതാണ് ലോകനീതി അല്ലേ? ലോകനീതി. അപ്പം നിങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വരുന്നു, ഒരാൾ ഇങ്ങോട്ട് വരുന്ന കാണുമ്പോൾ ഞാൻ കാണുന്നു, ഉച്ചയാണ്, ഞാൻ അയാളോട് പറയുന്നു ഭക്ഷണം കഴിച്ചോ ചേട്ടാ? അപ്പോൾ ആ പാവപ്പെട്ടൻ പറയുന്നില്ല. എന്നാൽ അങ്ങോട്ട് ചെല്ലു ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പോൾ എന്നെ കണ്ടു നിൽക്കുന്ന ഭക്തനായ ഒരു വിശ്വാസി പറയുന്നു, നല്ലൊരു അച്ഛനാണ്, വന്ന ഉടനെ കണ്ടില്ലേ പുള്ളി ആ പാവപ്പെട്ടവൻ ഭക്ഷണം കഴിച്ചോ എന്നാണ് ചോദിച്ചത്. ഇത് ലോകത്തിൻ്റെ കണ്ണിലെ ഒരു നിലവാരമാണ്. ആ നിലവാരം വെച്ചാണ് നമ്മൾ ആളുകൾ കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലായോ? ഇനി പഴയ നിയമ നീതിയുണ്ട്. പഴയ നിയമ നീതി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ നിയമങ്ങൾ വെച്ചിട്ട്, അതാണ് പരിസയം പറഞ്ഞത് ഞാൻ നല്ലവനും ലവൻ പാപിയും എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ കൽപ്പനകൾ പാലിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഇവൻ അങ്ങനല്ല. അപ്പൊ കണ്ടോ, ലോകനീതി പറ, പഴയ നിയമ നീതി. ഇനി വേറെയുണ്ട്. ഓരോരുത്തർക്കും ഓരോ, ഇപ്പം മൗണ്ട് കാർമലിന് ഒരു നീതിയുണ്ട്. ആ നീതി വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് വേറൊരു കൂട്ടായ്മ നമ്മൾ പറയാം അവർ കൊള്ളത്തില്ലെന്ന് പറയും. എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് റൂൾസ് വി ഹാവ് സെറ്റ്, അതാണ് നീതി. ഇങ്ങനെ ഒത്തിരി നീതിയുണ്ട് അല്ലേ? ചില ആളുകൾ പറയും നല്ലതായിട്ട് പിന്നെ എല്ലാ ദിവസവും രാവിലെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ഞങ്ങൾ നല്ലവരാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? എന്നാൽ ഈശോ പറഞ്ഞു നിങ്ങളുടെ നീതി എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നിങ്ങളുടെ നിലവാരം ഈ പറയുന്ന ആളുകളുടെ നിലവാരത്തെക്കാൾ എല്ലാം മുകളിലല്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. അപ്പോൾ ആളുകൾ ചോദിച്ചു അതെങ്ങനെയാണ് മുകളിൽ എന്നതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈശോ പറഞ്ഞു ചോദിക്കുന്നവന് കൊടുക്കുക, ഇതാണ് എൻ്റെ നീതി. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവൻ്റെ അടുത്തു നിന്ന് ഒഴിഞ്ഞു മാറരുത്, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരിച്ചു ചോദിക്കരുത്,
ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക, ദുഷ്ടനെ എതിർക്കരുത്, ശത്രുവിനെ സ്നേഹിക്കുക, ഉപവസിക്കുമ്പോൾ ആരോടും പറയരുത്, ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, മറ്റുള്ളവരുടെ സപ്പോർട്ട് കയ്യടി കിട്ടാൻ വേണ്ടി നേർച്ച കൊടുക്കരുത്, എന്തെങ്കിലും സഹായം കൊടുത്തിട്ട് അവരെ പരസ്യമായിട്ട് വിളിച്ച് നാണം കെടുത്തരുത്. മനസ്സിലായോ? നോട്ട്ബുക്ക് വിതരണം ചെയ്യുമ്പോൾ പള്ളിപ്പൊതുയോഗം വിളിച്ചിട്ടല്ല ചെയ്യേണ്ടത്, ആരും അറിയാതെ രഹസ്യമായിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കണം. ഒരുത്തനെ സഹായിച്ചിട്ട് അത് പത്രത്തിൽ കൊടുക്കരുത്. താക്കോൽ ദാന കർമ്മത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിലിങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കരുത്. ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഇത് ലോകത്തിൻ്റെ നീതി അല്ല, ഇത് വേറെ നീതിയാണ്. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരിച്ച് ചോദിക്കരുത്. നിന്നോട് വ്യവഹാരം ചെയ്യാൻ വരുന്നവന്, അവന് ഉടുപ്പ് എടുക്കുന്നവന് മേലം കൂടി കൊടുത്തേക്കുക. ഇതാണ് നീതി. ഇനി എൻ്റെ അടുത്ത ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കും. മനസ്സിലായോ? അപ്പം എൻ്റെ അടുത്ത കാര്യം, ഇങ്ങനെ ഒരു നീതി ഉണ്ടെങ്കിൽ ആ നീതിയെ ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കുക. ആര് പറഞ്ഞു? ഈശോ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കുന്ന നീതി ഇതാണ്. ക്ലിയറായോ? അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു നീതിക്ക് ഒരൊറ്റ വാക്ക് കൊടുക്കാമെങ്കിൽ ആ ഒറ്റ വാക്കിൻ്റെ പേരാണ്, അങ്ങനെ ഒരു നീതി, ഇങ്ങനെയൊക്കെ ജീവിക്കുക എന്നതിന് ഒറ്റ വാക്കിൽ പറയാം ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ നീതിക്ക് കൊടുക്കാവുന്ന ഒറ്റ വാക്കെന്താണ്? ആരോ പറഞ്ഞു? ആ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന് ഒറ്റ വാക്ക്, യേശു. അപ്പൊ നീതിയുടെ നിലവാരം എന്ന് പറഞ്ഞാൽ കുറെ നിയമങ്ങളല്ല, യേശു ജീവിച്ചതുപോലെ ജീവിക്കുക. അപ്പൊ ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, ഒരാൾ ദൈവരാജ്യത്തിലാണോ അല്ലയോ എന്ന് പറയുന്നത് അയാൾ യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ ശ്രമിക്കുമോ? അത്രയും പിടി കിട്ടിയോ? അപ്പൊ വേറൊരു വാക്യത്തിൽ പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ നീതി സമം യേശുവിനെ പോലാവുക. നീതിമാന്മാരാകുക എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ അതിൻ്റെ അർത്ഥം കുറെ അതുവിധം ചെയ്യാന്നുള്ളതല്ല, യേശുവിനെ പോലാവുക. യേശുവിനെ പോലെ സ്നേഹിക്കുക, യേശുവിനെ പോലെ ക്ഷമിക്കുക, യേശുവിനെ പോലെ സഹിക്കുക, യേശുവിനെ പോലെ ചിന്തിക്കുക, യേശുവിനെ പോലെ വർത്തമാനം പറയുക. ഇതിൻ്റെ പേരാണ് ദൈവരാജ്യത്തിൻ്റെ നീതി. ഇത്രയും പിടി കിട്ടിയോ? ഹലോ, കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു നീതി എന്താണ്. ഇനി ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയണം, അതുവിധം പറയരുത്. എന്താണ് നീതി? പറയൂ. ഒരു വിശ്വാസിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ജീവിത നിലവാരത്തിൻ്റെ പേരാണ് നീതി. ആ നീതി ലോകത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും പരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ നീതി നമ്മൾ ഇതുവരെ കണ്ട നീതിയെക്കാളും വളരെ ഉയർന്ന ഒരു നിലവാരമാണ്. ഇത്രയും പിടി കിട്ടിയോ? ആ നിലവാരത്തിന് ഒരു ഒറ്റ വാക്ക് കൊടുത്താൽ ആ ഒറ്റ വാക്കിൻ്റെ പേരാണ് യേശു. അപ്പോൾ നീതിമാനാവുക എന്ന് പറഞ്ഞാൽ ചില ജീവിതത്തിലെ ചില മേഖലകളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുക എന്നതല്ല, യേശുവിനെ പോലെ ആവുക. നമ്മൾ പറയുന്നു പോട്ടെ പോയി ഞാൻ കുടിയനായിരുന്നു, പോട്ടെ പോയി ഞാൻ മാനസാന്തരപ്പെട്ടു, ഹല്ലേലൂയ. അതാ നീതീകരണത്തിന്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അയാൾ മാനസാന്തരപ്പെട്ടു എന്നർത്ഥമില്ല. ഹലോ, മനസ്സിലാവുന്നോ? അപ്പൊ ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല. ജീവിതകാലം മുഴുവൻ ഒരാള് കൃപയോട് സഹകരിച്ച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് യേശുവിനെ പോലെ ആവണം. ഇനി ഈ നീതിയുടെ നിലവാരം നമുക്ക് എവിടുന്ന മനസ്സിലാവുന്നേ? വചനത്തിൽ നിന്ന്. വചനം വായിക്കുമ്പോഴാണ് യേശു എങ്ങനെ പെരുമാറിയെന്ന് നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, യോഹന്നാൻ 7 അവസാനത്തെ വാക്യം എന്താണ്? യോഹന്നാൻ 7-ന്റെ അവസാനത്തെ വാക്യം വേഗം വായിക്കേ. ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി, യേശു ആകട്ടെ ഒലിവുമലയിലേക്ക് പോയി. യോഹന്നാൻ 7-ന്റെ അവസാനത്തെ വാക്യം എങ്ങനെയാണ്? ഓരോരുത്തരും സ്വന്തം അവരവരുടെ വീടുകളിലേക്ക് പോയി, യേശു
മലയിലോട്ട് പോയി. പശ്ചാത്തലം ഇതാണ്. യേശു രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരം രാത്രിയായപ്പോൾ എല്ലാവരും യേശുവോട് പറഞ്ഞു, ബൈ ബൈ, നാളെ കാണാം. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. യേശു പോകാനൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് ഒലിവ് മലയിലെ മരത്തിന്റെ ചുവട്ടിലോട്ട് പോയി. ഇതാണല്ലോ സാഹചര്യം. പിറ്റേ ദിവസം രാവിലെ 8-ാം അധ്യായം 1-ാം വാക്യം. യേശു എന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, വ്യക്തമായിട്ട് വായിക്കേ. അതിരാവിലെ യേശു ഒലിവ് മലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുത്തെത്തി. അപ്പം അന്നേരമാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. നമ്മളായിരുന്നു എന്നാ പറഞ്ഞേനെ, വ്യഭിചാരമൊക്കെ അവിടെ നിൽക്കട്ട്, അതിന് മുമ്പ് 2-3 വർത്താനം പറയാനുണ്ട്. മാനവും നാണവും ഉണ്ടോണോ നിനക്കൊക്കെ? ഞാൻ ഇന്നലെ എവിടെ ഉറങ്ങിയെന്ന് വല്ലവരും ചോദിച്ചോ? എനിക്ക് അത്താഴം കിട്ടിയോന്ന് വല്ലവരും ചോദിച്ചോ? എനിക്കൊരു ബ്ലാങ്കറ്റ് ഉണ്ടോ എന്ന് വല്ലവരും ചോദിച്ചോ? ഈ തണുപ്പത്ത് കിടുകിടാ കിടച്ച് എനിക്ക് ജലദോഷം കാരണം ഒന്നും വയ്യ, നീ വ്യഭിചാരമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന് മുമ്പ് വേറെ ചില മനം മര്യാദ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്. നമ്മളാണെങ്കിൽ ഇന്നലെ രാത്രി നമ്മളെ ആരും ആദരിച്ച് ക്ഷണിച്ച് വീട്ടിൽ കൊണ്ടുപോകാത്തതിൻ്റെ പേരിൽ പരമാവധി പ്രശ്നം അവിടെ ഉണ്ടാക്കിയിട്ടേ ഈ വ്യഭിചാര കേസ് അറ്റൻഡ് ചെയ്യത്തുള്ളൂ. ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പം നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവുകയാണ്, യേശുവിൻ്റെ നിലവാരം നമ്മളെപ്പോലല്ല. അവനവന് കിട്ടേണ്ട കംഫർട്ടുകൾ നിഷേധിക്കപ്പെട്ടപ്പോൾ യേശു അതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. എനിക്കെന്താ രാവിലെ കാപ്പി തരാഞ്ഞേ, മിണ്ടിയിട്ടില്ല. അപ്പോൾ യേശുവിനെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഭാര്യ കാപ്പി കൊണ്ടുവരാൻ താമസിച്ചാലും മിണ്ടാൻ പാടില്ല. കണ്ടോ, അതാണ് യേശുവിൻ്റെ നീതി. മനസ്സിലാവുന്നോ? ഇങ്ങനെ ഒരാൾ ജീവിതത്തിൽ യേശുവിനെ നോക്കുകയാണ്. യേശു എങ്ങനെ ജീവിച്ചത്? കുറേ പേര് വന്നിട്ട് കുറേ ആരോപണങ്ങളെല്ലാം അവനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവൻ, നാണമുണ്ടോടാ നിനക്ക് ഞാൻ 16,000 രൂപ കടം തന്നല്ലടാ, എടാ നിന്റെ കൊച്ചിൻ്റെ ഫീസ് ഞാനല്ലടാ കൊടുത്തത്, എന്നിട്ട് നാണമില്ലാത്തവനെ നീ ഈ ആശയം എന്നെ ഇങ്ങനെ പറഞ്ഞോ? ഈ ആരോപണം ഉന്നയിക്കുന്നതിൽ 99% പേര് യേശു സഹായിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും അവരൊരാരോപണം പറഞ്ഞപ്പോൾ യേശു ഒന്നും മിണ്ടിയില്ല. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഒരാൾ യേശുവിനെ നോക്കുകയാണ്, യേശു എങ്ങനെയാണ് ജീവിച്ചത്? ഇതാണ് നീതിയുടെ നിലവാരം, യേശുവിൻ്റെ ജീവിതം. ഇത്ര മനസ്സിലായോ? യെസ്. അപ്പൊ ചോദിക്കട്ടെ, ഞാൻ ഇത് പറ്റുമോ? ഉള്ള കാര്യം ഉള്ള പോലെ തുറന്നു പറ, ഉറങ്ങാതെ. അസാധ്യമാണോ? അല്ല. കാരണം അത് ജീവിച്ച അനേകം വിശുദ്ധർ ഈ സഭയിൽ ഉണ്ട്. അസാധ്യമല്ല, എന്നാൽ ഡിഫിക്കൽട്ടാണ്. ആണോ? ഇതാണ് നമ്മുടെ പ്രശ്നം. എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാര് ഈ നീതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മൾ 2 കാര്യത്തിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകും. ഈ പോയിന്റ് വന്നിട്ട്, അതായത് ഈ മല കയറാൻ പാടായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് റൂട്ട് തിരിച്ചു വിടും. ആ 2 റൂട്ടിനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും പറഞ്ഞു. നോക്കണ്ട, ഇപ്പൊ ഒന്നും നോക്കണ്ട, ഞാൻ പറയുമ്പോൾ നോക്കിയാൽ മതി, വായിക്കാൻ പറയുമ്പോൾ നോക്കിയാൽ മതി. ഇത്രയും പിടി കിട്ടിയല്ലേ നീതിയുടെ വലിയ നിലവാരം. ആ നിലവാരം നമുക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് റൂട്ട് തിരിച്ചു വിടുക. റൂട്ട് തിരിച്ചു വിടുന്നത് എങ്ങനെയാണ്? ഒന്ന്, ചില ആളുകൾ ഇവിടം വരെ എത്തിയിട്ട് ഇത് നമ്മളെ കൊണ്ട് നോക്കുന്ന പരിപാടിയല്ലെന്ന് പറഞ്ഞ് വീണ്ടും പാപത്തിലോട്ട് തന്നെ തിരിച്ചു പോകും. മാനസാന്തരപ്പെട്ടു ഒരു ദൈവാനുഭവമൊക്കെ ഉണ്ടായി, കയറാൻ പറ്റുന്നില്ല. കാരണം പരീക്ഷണങ്ങൾ ഒത്തിരിയുണ്ട്. ആക്ഷേപങ്ങൾ കേൾക്കുന്നുണ്ട്, അപവാദം കേൾക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തലുണ്ട്, എതിർപ്പുണ്ട്, ആരുടെയും സപ്പോർട്ടൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെ ഒരു പോയിന്റ് നിൽക്കുന്ന സമയത്ത് ചില ആളുകൾ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റിയ പണിയില്ലെന്ന് പറഞ്ഞ് വന്ന പാപത്തിൻ്റെ പന്നിക്കുഴിയിലോട്ട് തന്നെ തിരിച്ചു പോകും. ഇതാണ് 6-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത്, നമുക്ക് പാപത്തിൽ തുടരാമെന്നോ ഒരിക്കലും പാടില്ല. അതാണ് 6-ൽ ഡിസ്കസ് ചെയ്തത്. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നമ്മൾ ഇനി അത് ജീവിക്കുന്നത് എങ്ങനെയാണ്? പറ്റത്തില്ല. അതുകൊണ്ട് ആ റൂട്ട് പോവല്ല്. ആ റൂട്ട് പോകാൻ താല്പര്യമില്ലാത്തവർ വേറെ റൂട്ട് പിടിക്കും. മനസ്സിലായോ? പോകണ്ട എങ്ങോട്ടാ? യേശുവിൻ്റെ നീതിയിലോട്ട്. പറയുന്നത് മനസ്സിലാവുന്നോ? അതായത് നമ്മൾ ഭയങ്കര നല്ലവരാവണം. ഇതാണ് യേശു നമ്മളെ മാനസാന്തരപ്പെടുത്തിയപ്പോൾ ഉദ്ദേശിച്ചത്. ആ റൂട്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറൊരു റൂട്ട് പിടിക്കും. 90% ആളുകളും പിടിക്കുന്നത് ഈ റൂട്ടാണ്. ഞാനീ പറയുന്ന 2-ാമത്തെ ആ റൂട്ടാണ് നിയമത്തിൻ്റെ വഴി. അതെന്തെന്നറിയോ? അവർക്ക് അനുസരിക്കാൻ പറ്റുന്ന
കുറച്ച് നിയമങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചിട്ട് അവർ നല്ലവരാണെന്ന് വിചാരിക്കും. പിടികിട്ടിയോ? അപ്പൊ ഡാനിയേലച്ചൻ വിചാരിക്കും എന്നും രാവിലെ എഴുന്നേറ്റ് കുർബാന മുടക്കാതെ ചൊല്ലി ഒരു കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഞാനൊരു നല്ലവനാവും. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞാൻ ആരോട് കുശുമ്പ് കാണിച്ചാലും കുഴപ്പമില്ല, അസൂയ കാണിച്ചാലും കുഴപ്പമില്ല, ആരുടെ പിടിച്ചു പറിച്ചാലും കുഴപ്പമില്ല, ഞാൻ കറക്റ്റായിട്ടൊന്നും കുർബാനയ്ക്ക് പോകണുണ്ടല്ലോ. നിങ്ങൾക്ക് പിടികിട്ടുന്നോ? ഇതാണ് വിശ്വാസികളിൽ 90% അവലംബിക്കുന്ന റൂട്ട്. അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കംഫർട്ടബിളായ ഒരു മേഖല, അതിൻ്റെ പേരാണ് ലീഗലിസം. നിയമപാലനം. പറ്റുന്ന കുറച്ച് നിയമങ്ങൾ പാലിക്കും, പാലിച്ചിട്ട് ചിന്തിക്കും. അതാണ് ഞങ്ങൾ അച്ഛന്മാർ. ഇപ്പം നിങ്ങളെ പള്ളി വരുമ്പോൾ നിങ്ങളോട് ഭയങ്കര പറച്ചിൽ കേട്ടാൽ നിങ്ങൾക്ക് തോന്നത്തില്ല ഞങ്ങൾ ഭയങ്കര നല്ലവരാന്ന്? ഹലോ, കൃത്യമായിട്ട് ഇത് ഒറ്റ താമസിച്ച് വരുന്ന ഒരെണ്ണത്തിനെ ഞാൻ ഇതിനകത്ത് കയറ്റത്തില്ല. അവൻ വെളിയിൽ നിന്നാൽ മതി. ഇത് കറക്റ്റ്, ഇതാണ്, ഈ കാര്യത്തിൽ എനിക്ക് കോംപ്രമൈസ് ഇല്ല. ഞാൻ കുർബാനയ്ക്ക് ആ പാട്ട് തെറ്റിക്കുന്നവനെ വെറുതെ വിടത്തില്ല. പറച്ചിലേവെന്ന് നിങ്ങൾക്ക് തോന്നും ഞാൻ ഭയങ്കര നല്ല ആളാണ്. ഞാൻ ആശ്വാസം കണ്ടെത്തുകയാണ് ഏത് കാര്യത്തിലെന്നറിയാം. എന്നെ കൊണ്ട് മറ്റൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കാണ്ട് ഇതിനകത്ത് കുറച്ച് നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ട് അതൊക്കെ പാലിച്ചിട്ട് ഞാൻ ഒരു നല്ലവനാണെന്ന് ഞാൻ സ്വയം ആശ്വസിക്കുക. ഹലോ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഇതാണ് സത്യത്തിൽ നമ്മുടെ ജീവിതം. ആണോ? അപ്പോൾ ഭർത്താവിനോട് സ്നേഹമായിട്ടൊന്നും പെരുമാറാനൊന്നും പറ്റത്തൊന്നുമില്ല. അതിനകത്തൊന്നും ആ കേസൊന്നും നടക്കത്തൊന്നുമില്ല. ഇയാളുടെ അടുത്ത് അങ്ങനെയൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ചേച്ചി എന്നാ ചെയ്യും? ഒരു 4 പ്രാർത്ഥനാ ഗ്രൂപ്പിലെ മെമ്പറായിട്ട് നല്ല പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു ബൊമ്മിലായിട്ട് ഇങ്ങനെ ആശ്വസിച്ച് നടക്കും. വീട്ടിൽ ചെന്നാൽ അടിയാ എപ്പോഴും. പക്ഷേ ചേച്ചിക്ക് നല്ല സമാധാനത്തോടെ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. എന്താ കാര്യം? 4 പ്രയർ ഗ്രൂപ്പിലെ അംഗമല്ലേ, 4 മിനിസ്ട്രിയുടെ ഭാഗമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. മരുമകളോട് ഒരു മര്യാദയില്ല, മരുമകനോട് ഒരു മര്യാദയില്ല, അപ്പനോട് ഒരു മര്യാദയില്ല, അമ്മയോടൊരു മര്യാദയില്ല, ഭർത്താവിനോടൊരു മര്യാദയില്ല, ഭാര്യയോടൊരു മര്യാദയില്ല, ആരോടും ഒരു മര്യാദയില്ല. പക്ഷെ 4 പ്രയർ ഗ്രൂപ്പിലെ അംഗമാണ്. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉണ്ട് താനും. അപ്പോൾ അവർ വിചാരിച്ച് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ നല്ലവരാണ്. എന്താ കാര്യം? ഞങ്ങൾ ഇന്ന നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്. ഇങ്ങോട്ടല്ല, ഞങ്ങൾ ഇന്ന് വരെ കുർബാന മുടക്കിയിട്ടില്ല. അച്ഛൻ പോലും മുടക്കിയിട്ടുണ്ട്, ഞാൻ മുടക്കിയിട്ടില്ല. പിടികിട്ടിയോ? യേശുവിൻ്റെ നീതി ജീവിക്കാനാവാത്തത് കൊണ്ട് നമ്മൾ പിടിക്കുന്ന 2 റൂട്ടാണ്. ഒന്ന് കാർണാലിറ്റി, 2 ലീഗാലിറ്റി. ഒന്ന് ജഡത്തിൻ്റെ വഴി, 2 നിയമത്തിൻ്റെ വഴി. ഇപ്പോൾ പിടികിട്ടിയോ? ഇതിനെയാണ് അപ്പോസ്തലൻ പറയുന്നത് നിയമം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഇനി ഒരു നിയമവും പാലിക്കണ്ടെന്ന്. അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല. നിങ്ങൾക്ക് ഒക്കുന്ന കുറച്ച് നിയമങ്ങൾ മാത്രം കണ്ടുപിടിച്ച് പാലിച്ചിട്ട് നല്ലവരാണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും. ഇനി വായിക്കേ, ഇനി പിടി. അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഭർത്താവ് മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? യെസ്. അപ്പോൾ അതാണ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം, അന്നേരം പിടി കിട്ടും. റോമാലേഖനം 7-ാം അധ്യായം 1 മുതൽ വായിച്ചോ. സഹോദരരെ, നിയമത്തിന് ഒരുവന്റെ മേൽ അധികാരമുള്ളത് അവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമാണെന്ന് അറിഞ്ഞുകൂടെ? നിയമം അറിയാവുന്നവരോടാണല്ലോ. ഉറക്കെ വായിക്കേ. വിവാഹിതയായ സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനോട് നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ ഭർത്താവുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാവുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷനോട് ചേർന്നാൾ അവൾ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും. ഭർത്താവ് മരിച്ചാൽ അവനുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ പിന്നീട് മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്താൽ, അതുപോലെ എൻ്റെ സഹോദരരെ, ക്രിസ്തുവിൻ്റെ ശരീരം മുഖേന നിയമത്തിന് നിങ്ങൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഒന്നുകൂടെ പറയാൻ കേൾക്കാത്തവർക്ക് വേണ്ടി, നിയമം ഭർത്താവും നമ്മൾ ഭാര്യയും. നമ്മൾ ഇത്രയും കാലം ആരുടെ ഭാര്യയായിരുന്നു? പഴയ നിയമ ജനതയോട് പറയുകയാണ്, നിങ്ങൾ ഇത്രയും കാലം ആരുടെ ഭാര്യയായിരുന്നു? നിയമത്തിൻ്റെ ഭാര്യയായിരുന്നു.
മനസ്സിലായി? ആ നിയമം പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടു, കുറച്ചൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. കേൾക്കാൻ പറ്റാത്ത സമയത്തെല്ലാം നിയമം നിങ്ങളോട് വളരെ കർക്കശമായിട്ട് പെരുമാറി. ഈ നിയമത്തിൽ നിന്ന് നിങ്ങൾ ഈ ഭർത്താവിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ രണ്ട് വഴിയേ ഉള്ളൂ. എന്താണ്? അതായത് കുടുംബജീവിതം അവസാനിക്കുന്നത് മരണത്തോടു കൂടിയാണ്. ഭാര്യാഭർത്തൃ ബന്ധം വേർപിരിയുന്നത് മരണത്തോടു കൂടിയാണ്. അങ്ങനല്ലേ കർത്താവ് പറഞ്ഞേ? കേൾക്കുന്നുണ്ടോ? ഭാര്യാഭർത്തൃ ബന്ധം വേർപിരിയുന്നത് മരണത്തോടു കൂടിയാണ്. അപ്പോ കർത്താവ് പറയാണ്, ഈ ഭർത്താവിൽ നിന്ന്, നിയമമാകുന്ന ഭർത്താവിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഭർത്താവ് മരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കണം. ഭർത്താവിന് മരണമില്ല, ഈ നിയമത്തിന് മരണമൊന്നുമില്ല. നിയമം വള്ളിയോ പുള്ളിയോ മാറത്തില്ലെന്നല്ലേ പറഞ്ഞേ? അപ്പം ഇനി ഏക പോസിബിലിറ്റി, നിയമത്തിൽ നിന്ന് സ്വതന്ത്രരാവണമെങ്കിൽ ഏക പോസിബിലിറ്റി നമ്മൾ മരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മരിച്ചോ? മാമോദീസ വഴി യേശുക്രിസ്തുവിനോട് കൂടെ നമ്മൾ മരിച്ചപ്പോൾ നമ്മൾ നിയമമാകുന്ന ഭർത്താവിൽ നിന്ന് മോചിതരായി ആത്മാവിന് അടിമകളായി പുതിയ ഒരു ഭർത്താവിനെ കിട്ടി. ആ ഭർത്താവിൻ്റെ പേരാണ് ക്രിസ്തു. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി കുറച്ച് നിയമങ്ങൾ പാലിച്ച് നീതീകരിക്കപ്പെടാം എന്ന ഒരു സാഹചര്യം നമുക്കില്ല. കാരണം നിയമത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഒരു നിയമം തെറ്റിച്ചാൽ എല്ലാ നിയമവും തെറ്റിച്ചതിന് തുല്യമാണ്. അതാണ് നിയമത്തിന് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഒരു നിയമം തെറ്റിച്ചാൽ, ഇപ്പോൾ 10 കൽപ്പനകളിലെ ഒരെണ്ണം തെറ്റിച്ചാൽ 10 തെറ്റിച്ചതിന് തുല്യമാണ്. മനസ്സിലാവുന്നോ? അപ്പം അതുകൊണ്ട് നമുക്ക് ഈ 2 വഴികളും പറ്റില്ല. കുറച്ചൊക്കെ മനസ്സിലാവും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ആത്മാവിൽ നമ്മൾ വളരുന്നതനുസരിച്ച് ഇതൊക്കെ ക്ലാരിറ്റി കിട്ടും. ഇപ്പം കുറച്ച് മനസ്സിലാവും. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ നീതി, അതിലേക്ക് പോകാൻ പറ്റാത്തവർ 2 വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഒന്ന് പാപത്തിൻ്റെ വഴി, 2 നിയമത്തിൻ്റെ വഴി. ഇത്രയും മനസ്സിലായോ? അപ്പോൾ മൂന്നാമത് അപ്പോസ്തലൻ പറയുകയാണ്, അതല്ല ശരിക്കുള്ള വഴി. അവിടെ എത്താൻ പറ്റണമെങ്കിൽ അതിന് വേറൊരു വഴിയുണ്ട്. ആ വഴിയാണ് ആത്മാവിലുള്ള ജീവിതം. അതാണ് 8-ാം അധ്യായം. അവിടെ യേശുവിൻ്റേതുപോലുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ജീവിതം ജീവിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കണം. ഇതാണ് 8-ാം അധ്യായം. 1 മുതൽ വായിക്കാം. ആകയാൽ ഇപ്പോൾ അത് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ നമ്മളെ ഈ അവസ്ഥ കൊണ്ടുചെന്ന് എത്തിച്ച ദുരവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വായിക്കാം, 12 മുതൽ വായിക്കാം. 7 മുതൽ. ആകയാൽ നാം എന്താണ് പറയേണ്ടത്? ഉറക്കെ വായിക്കേ. നിയമം പാപകരമാണെന്നോ? ഒരിക്കലുമല്ല. എങ്കിലും നിയമമില്ലാതിരുന്നെങ്കിൽ പാപം എന്തെന്ന് അറിയുമായിരുന്നില്ല. മോഹിക്കരുത് എന്ന് നിയമം അനുശാസിക്കാതിരുന്നെങ്കിൽ. അപ്പം നിയമം മോശമല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, നിയമം ഉള്ളത് കൊണ്ടാണ് ഞാൻ പാപം എന്താണെന്ന് അറിഞ്ഞത്, അല്ലേ? ഒരു നിയമം ഉള്ളതുകൊണ്ടല്ലേ. കോപിക്കരുത് എന്ന നിയമം ഉള്ളതുകൊണ്ടാണ് കോപിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായത്, അല്ലേ? അപ്പോൾ 8-ാമത്തെ വാക്യം, എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു. നിയമത്തിൻ്റെ അഭാവം പാപം നിർജീവമാണ്. ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു. എന്നാൽ പ്രമാണം വന്നപ്പോൾ പാപം സജീവമാവുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള പ്രമാണം നിയമം എനിക്ക് ജീവൻ ഉണ്ടാവാനായിരുന്നു. എന്നാൽ നിയമം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മുഴുവനും പാപിയാണ്. അപ്പം എനിക്ക് മരണമല്ലാതെ വേറൊരു വഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു. നിയമം വിശുദ്ധമാണ്, കൽപ്പന വിശുദ്ധവും ന്യായം നല്ലതുമാണ്. അപ്പോൾ നന്മയായത് എനിക്ക് മരണമായി തീർന്നെന്നോ? ഒരിക്കലുമില്ല. പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണം ഉളവാക്കിയത്. ഇത് പാപമായിട്ട് തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന പൂർവാധികം. നിയമം ആത്മീയമാണ്. ആദ്യം പറഞ്ഞു നിയമം വിശുദ്ധമാണ്. രണ്ടാമത് പറയുന്നു നിയമം. പക്ഷേ നിയമത്തിൻ്റെ പ്രശ്നമല്ലിത്. നിയമം പാലിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. എന്നിട്ട് അത് വിശദീകരിക്കുകയാണ്. ഉറക്കെ വായിക്കാം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല. അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമം ഓർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ
എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അതിൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന്. അപ്പം എന്താ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ, അറിയാവുന്നതാണ്, എളുപ്പമാണ്, ശ്രദ്ധിച്ചിരുന്നാൽ മതി. അദ്ദേഹം പറയുകയാണ്, അതായത് ഇനി ഞാൻ നിയമം പാലിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ അതെന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിയമം പാലിക്കാൻ പറ്റുന്ന ഒരു ശരീരമല്ല എനിക്കുള്ളത്. ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരാൾ എന്നെ ചീത്ത വിളിച്ചെന്ന് വെച്ചോ. ചീത്തയെന്ന് ഞാൻ പറഞ്ഞാൽ നല്ല 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 പുഴുത്ത ചീത്ത വിളിച്ചു. അപ്പം ഞാൻ ഒത്തിരിയും പേര് നിൽക്കുമ്പോഴാണ് വിളിച്ചത്. അപ്പം ഞാൻ സുവിശേഷകനാണല്ലോ, ഞാൻ എനിക്കും ചീത്തയൊക്കെ അറിയാം കേട്ടോ കുറച്ചൊക്കെ. അപ്പോൾ ഞാൻ തിരിച്ച് വിളിക്കാൻ പാടില്ല. ഞാൻ ആരാണ്? ഞാൻ സുവിശേഷ പ്രസംഗകനാണ്. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കേട്ട് നിന്നു. പക്ഷെ കേട്ട് നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ പറ, സത്യമായിട്ട് പറ, അല്ലാതെ ഭയങ്കര സന്തോഷത്തോടെ ദൈവമേ, എൻ്റെ ദൈവമേ, ഇന്ന് ചീത്ത വിളി കേട്ടാൻ ഭാഗ്യം തന്നല്ലോ എന്നൊന്നും ഓർത്തല്ല ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഉള്ളിൽ മൗണ്ട് ചെയ്ത് കയറി വരുന്നുണ്ട്. എന്ത്? അരിശവും സങ്കടവും ദേഷ്യവും. ഒറ്റയ്ക്ക് കിട്ടിയാൽ അതിനെ വലിച്ചു കയറാനുള്ള കലിയെല്ലാം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട്. പക്ഷെ ഞാൻ പുറമേ എന്ത് ചെയ്തു? ആസ്വാദ്യകരമായി ഈ അനുഭവം ഞാൻ സ്വീകരിച്ചു. നിങ്ങൾ കാണുമ്പോൾ എന്ത് നല്ല അച്ഛനായാൽ ഇങ്ങനെ വേണം, അച്ഛനാണ് അച്ഛൻ എന്നൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിൽ കമൻ്റ് എഴുതി. ഞങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ ഒരാൾ എന്നെ ചീത്ത വിളിക്കുന്നത്, ഞാൻ കമ്മ എന്നൊരക്ഷരം പറയുന്നില്ല, ഞാനെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഫേസ്ബുക്കിനും കണ്ടുപിടിക്കാൻ പറ്റില്ല. എൻ്റെ അകത്ത് ഇയാളോടുള്ള കലി ഇങ്ങനെ കയറി വരികയാണ്. എല്ലാം കഴിഞ്ഞു പുറത്തിറങ്ങുമ്പോൾ ഞാനിങ്ങനെ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ചീത്ത വിളിച്ച ആളും ഞാനും തന്നെ കണ്ടുമുട്ടുകയാണ്. ഞാനിങ്ങനെ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ചിരി വരുന്നില്ല. ആ മസിലുകൾ അങ്ങോട്ട് സഹകരിക്കുന്നില്ല. ഹലോ, ചിരിക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ ചിരി അതെന്താ? ഞാനല്ലേ ചിരിക്കാൻ ശ്രമിക്കുന്നത്? വരണ്ടല്ലേ ഞാൻ ശ്രമിക്കുമ്പോൾ വരണ്ടല്ലേ? അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ആഗ്രഹിച്ചാൽ തന്നെ എൻ്റെ ശരീരം അതിന് സമ്മതിക്കത്തില്ല. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. പാപത്തിൻ്റെ മൂന്നാമത്തെ ഒരു തലമാണിത്. ആദ്യത്തെ തലം പ്രവൃത്തി, രണ്ടാമത്തെ തലം മനസ്സ്, 3 ശരീരം. ഈ ശരീരത്തിൽ പാപമുണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാന്നേ ഉള്ളൂ. എന്തോരം ഞാൻ ഈ എന്നെ ചീത്ത വിളിച്ച ആളുടെ മുമ്പിൽ സ്നേഹം അഭിനയിക്കാൻ ശ്രമിച്ചാലും ആ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് ആ സംഭവം വരില്ല. എൻ്റെ ഉള്ളിൽ നീ കലി എങ്ങനേലും വരും. നിയമം പാലിക്കാൻ ഞാൻ ആഗ്രഹിച്ചാൽ തന്നെ പലപ്പോഴും എൻ്റെ ശരീരം അതിന് സമ്മതിക്കത്തില്ല. അതേ പറയുന്നത്. എനിക്ക് എന്താണെന്നറിയാം, എനിക്ക് ഈ രാവിലെ കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ട്യൂൺഡായി വർഷങ്ങൾ കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അറിയത്തുപോലുമില്ല കഴിച്ചില്ലെന്ന്. ഒരു 12 മണിയെ കഴിയുമ്പോൾ വിശപ്പ് വരുമ്പോഴാണ് അയ്യോ ഇന്ന് കാപ്പി കുടിച്ചില്ലല്ലോ എന്ന് പല ദിവസങ്ങളിലും ഓർക്കുന്നത്. ഒരു ഗമ പറയല്ല, വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. എന്നാൽ ഞാൻ തീരുമാനിക്കുകയാണ് ഒരു ദിവസം ഉപവസിച്ചേക്കാം എന്ന് തീരുമാനിച്ചാൽ രാവിലെ 5:30 മുതൽ എനിക്ക് വിശക്കാൻ തുടങ്ങും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, എന്ത്? ഈ ശരീരത്തിൽ പാപമുണ്ട്. മനസ്സിലായോ? അതായത് എനിക്ക് കാപ്പി കുടിച്ചില്ലേ പല ദിവസങ്ങളിൽ ഞാൻ ഓർക്കത്തുപോലുമില്ല. എന്നാൽ ഞാൻ തലേന്ന് തീരുമാനിക്കുകയാണ് നാളെ ഉപവാസമാണെന്ന് തീരുമാനിച്ചാൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ വിശക്കുക. ഇങ്ങനൊരു സംഭവമുണ്ട്. കുറച്ചു നേരം ഒരാളോട് അസൂയപ്പെട്ട് കളയാം എന്ന് ആലോചിച്ചിട്ടാണോ നിങ്ങൾ അസൂയപ്പെടുന്നത്? അല്ല, ഇറ്റ് കംസ് നാച്ചുറലി. ഇത് എവിടുന്നോ ഇങ്ങനെ തന്നെ അങ്ങ് വരിക. ഒരാളോടുള്ള ഇഷ്ടക്കേട്, ഇപ്പോൾ ഒരാളെക്കുറിച്ച് ഒരു നല്ല കാര്യം കേൾക്കുമ്പോൾ അത്ര അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല അകത്തുനിന്ന്. എന്നാൽ സന്തോഷിക്കേണ്ടതാണ് ആ നല്ല കാര്യം കേൾക്കുമ്പോൾ, പക്ഷെ പറ്റുന്നില്ല. അകത്തുനിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഇതിൻ്റെ പേരാണ് അവയവങ്ങളിലുള്ള പാപം. ശരീരത്തിൽ പാപം കിടപ്പുണ്ട്.
നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ശരീരത്തിൽ പാപം കിടപ്പുണ്ട്. ഈ അങ്കമാലി ഭാഗത്തോ എങ്ങാണ്ട് ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഒരു കുഞ്ഞിനെ ഉപദ്രവിച്ച് കൊന്നില്ലേ? അപ്പം അത് കേട്ട് മനസാക്ഷിയുള്ള എല്ലാ മലയാളിയും ചങ്കത്ത് കൈവച്ചു, മൂക്കത്ത് വിരൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, മനുഷ്യനായിട്ട് പറഞ്ഞ ഒരുത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇവൻ്റെ ഒരു മൃഗമായിരിക്കും, മൃഗം പോലും ഇങ്ങനെ ചെയ്യില്ല. മൃഗം എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ പട്ടി പോലും നമ്മളെ ഓടിച്ചിട്ട് കടിക്കും, ഞങ്ങളങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട്. അന്നേരമാണ് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ചപ്പോൾ ഞാനൊരു കാര്യം കണ്ടു. ഒരു മനഃശാസ്ത്രജ്ഞൻ പറയുകയാണ്, ഇതിനേക്കാൾ ഹീനമായത് ചെയ്യാനുള്ള സംഭവം എല്ലാവരുടെയും ഉള്ളിലുണ്ടെന്ന്. എല്ലാവരുടെയും ഉള്ളിലുണ്ടെന്ന്, ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. വല്ല ബോധ മനസ്സിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല എന്നേ ഉള്ളൂ. അകത്തുണ്ടെന്ന് ഈ സംഭവം എല്ലാവരുടെയും ഉള്ളിൽ. അപ്പം ഞാൻ ആലോചിച്ച് നോക്കി, ദൈവമേ, അങ്ങനെയാണെങ്കിൽ എന്താ ഒരുമാതിരിപ്പെട്ട മനുഷ്യരൊക്കെ അങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, ഒരു കൃപയുടെ കൈ അവരെ പിടിച്ചോണ്ടാ. ഒരു കൃപയുടെ കൈ പിടിച്ചോണ്ടാന്നേ ആങ്ങളെ പെങ്ങളെ ബലാത്സംഗം ചെയ്യാത്തത്, ആങ്ങളെ പ്രേമിക്കാത്തത്, ഒരു കുഞ്ഞിനെ നമ്മൾ ഉപദ്രവിക്കാത്തതൊക്കെ. ഈ തിന്മ എല്ലാവരുടെ അകത്തുണ്ട്. ചെയ്യാത്ത എന്താണെന്നറിയാം? ഒരു കൃപ വിത്ത്ഹോൾഡ് ചെയ്തുകൊണ്ടാണ്. ഒരു കൃപ, അങ്ങനെയുള്ള ചിന്തയൊന്നും നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാതെ വിധം ഒരു കൃപ ഇങ്ങനെ നമ്മളെ പൊതിഞ്ഞു പിടിച്ചോണ്ടാണ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൃപ കൊണ്ട് മാത്രമാണ്. കൃപ കൊണ്ട് മാത്രമാണ്. കൃപ കൊണ്ട് മാത്രമാണ്, മാത്രം. അല്ലാതെ അതൊന്നും ആരുടെയും മെറിറ്റല്ല. അതുകൊണ്ട് അപ്പസ്വലം പറയുകയാണ്, നല്ല തീരുമാനം എടുത്ത് നന്നായിട്ട് ജീവിക്കാമെന്നും തീരുമാനിക്കേണ്ട, അതും നടക്കത്തില്ല. ഇനി വി ആർ ലെഫ്റ്റ് വിത്ത് ഓൺലി വൺ ചോയ്സ്. പാപവും ചെയ്യാൻ പറ്റത്തില്ല, കുറേ നിയമം ചെയ്ത് സന്തോഷിച്ച് ജീവിക്കാനും പറ്റത്തില്ല. ഇനി കുറച്ച് തീരുമാനം എടുത്ത് നന്നായേക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. വി ഹാവ് ലെഫ്റ്റ് വിത്ത് ഓൺലി വൺ ചോയ്സ്. മുട്ടയിൽ നിന്നിട്ട്, കർത്താവേ, നിൻ്റെ ആത്മാവിനെ തന്ന് എൻ്റെ ജഡത്തെ നവീകരിക്കണമേ. പിടികിട്ടിയോ? ഇതാണ് സുവിശേഷം. സകലത്തെയും നവീകരിക്കുന്ന തൻ്റെ ശക്തി വഴി അവിടുന്ന് നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. മനസ്സിലായോ? രൂപാന്തരപ്പെടുത്തും. അതായത് പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടാകുമ്പോഴും, പാപം ചെയ്താലും ലോകത്താരും അറിയില്ല എന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും നിങ്ങൾ പാപം ചെയ്യാതെ ജീവിക്കും. അതൊരസാധ്യതയല്ല. അതെങ്ങനെ പറ്റൂ? അത് ഈ ജഡത്തിൽ നിന്ന് തീരുമാനം എടുത്ത് പറ്റത്തില്ല. തീരുമാനത്തിൻ്റെ ആയുസ് ജനുവരി 4-ാം തീയതി നമ്മൾ തിരിച്ചറിഞ്ഞാണ്. 1-ാം തീയതി എടുത്ത തീരുമാനം എടുത്ത് പറ്റില്ല. ഇനി ജയിലിലിട്ടാൽ പറ്റുമോ? നമ്മൾ വിചാരിക്കുകയാണ്, ഒരു കേസിന് പിടിച്ച് ജയിലിലിട്ടു. ജയിലിലിട്ടിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൻ അടുത്ത കൊച്ചിനെ പോയി പിടിപ്പിക്കും. ശരിയല്ലേ പറയുന്നേ? പിടിക്കപ്പെട്ടാൽ ഇത് തീരുമോ? ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഒരു കള്ളത്തരം കണ്ടുപിടിച്ചാൽ, ഭർത്താവ് ഭാര്യയുടെ ഒരു അവിഹിതം പൊക്കി, ഈ ടെൻഡൻസി ഉള്ളിലുണ്ടെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് അടുത്ത കേസ് തുടങ്ങും. അല്ലാതെ ഇങ്ങനൊന്നും ഈ ഒരു പരിപാടി നിങ്ങൾ പിള്ളേരോട് നന്നാവ്, തീരുമാനം എടുക്കുക, ഒന്നും പറ്റത്തില്ല. ഇത്രേ പറ്റൂ. എന്തെന്നറിയാം? വി ഹാവ് ലെഫ്റ്റ് വിത്ത് ഓൺലി വൺ ചോയ്സ്, ദാറ്റ് ഈസ് നൺ അതർ ദാൻ ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ അപ്പസ്തോലൻ നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഞെരുക്കി ഒറ്റ ഡോറിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ഇനി നമുക്ക് വേറെ ഒരു വഴിയില്ല. ഒറ്റ വഴിയില്ല, ആകെ കൂടി ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഈ 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ അപ്പസ്തോലൻ പറയുകയാണ്, ഇതാണ് എൻ്റെ ദൗർഭാഗ്യം. ഞാൻ ദുർഭകനായ ദൗർഭാഗ്യമുള്ള മനുഷ്യൻ. എൻ്റെ മുമ്പിൽ ഒരു വഴിയും അവശേഷിച്ചിട്ടില്ല. പാപം നിറഞ്ഞ ഈ ശരീരത്തിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും? ഈ ചോദ്യമാണ് റോമാലേഖനം കഴിഞ്ഞ 7 അധ്യായങ്ങൾ കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തി എത്തി നിർത്തിയിരിക്കുന്ന ഒരു സന്ദിഗ്ധാവസ്ഥ, ഒരു ഇൻഡെഫിനിറ്റ് പോയിന്റ്.
where we are stuck. നമ്മളെ അവർ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. നമുക്ക് പോകാൻ ഇനി ഒരു വഴിയില്ല. ക്രിസ്തുവിൻ്റെ ജീവിതം നിലവാരമിട്ട് ജീവിക്കുകയും വേണം. അതിന് പറ്റുന്നൊന്നും നമ്മുടെ ഇല്ലാതാനും. ഇനിയാണ് അദ്ദേഹം അതിനുള്ള മാർഗം പറഞ്ഞു തരുന്നത്. അപ്പോൾ 7-ാം അധ്യായത്തിനും 8-ാം അധ്യായത്തിനും ഇടയിൽ 2 കാര്യങ്ങളുണ്ട്. അത് ഈ ബൈബിളിലില്ല, പക്ഷേ വായനക്കാരന് വായിച്ചു വരുമ്പോൾ മനസ്സിലാവും. 2 കാര്യങ്ങൾ ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട്. ആ 2 കാര്യങ്ങളാണ്: ഒന്നാമത്തെ കാര്യം പെന്തക്കോസ്ത, രണ്ടാമത്തെ കാര്യം വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹം. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഇതിനിടയിൽ പെന്തക്കോസ്ത സംഭവിച്ചിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിലേക്ക് വന്ന ഒരാളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോസ്തലൻ അസ്യൂം ചെയ്യുകയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ 7-ാം അധ്യായത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിനും 8-ാം അധ്യായത്തിൽ നൽകപ്പെടുന്ന ഉത്തരത്തിന് ഇടയിൽ ഉള്ള ഒന്നാമത്തെ കാര്യമാണ് വി നീഡ് ടു ബി അനോയിൻറ്റഡ് ബൈ ദ പവർ ആൻഡ് ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ 8-ാം അധ്യായത്തിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് നടക്കണം നമ്മളിൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പെന്തക്കോസ്ത കാലത്തേക്ക് മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ട് മാറാതെ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തേത്, വിശുദ്ധിക്ക് വേണ്ടി അത്രമാത്രം ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവണം. ഒത്തിരി പേർക്ക് പാപം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. പാപം ചെയ്യാൻ പാടില്ല, എനിക്ക് പാപം വേണ്ട, എനിക്ക് വിശുദ്ധി മതി എന്ന ഒരു ചിന്ത വേണം. ഞാൻ പെന്തക്കോസ്തായ്ക്ക് പറഞ്ഞൊരു ഉദാഹരണം ഓർക്കുന്നുണ്ടോ? ഈ ചെസ് ബോർഡിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ട്, ഓരോ ചെറിയ പാപം ചെയ്യുമ്പോഴും നഷ്ടപ്പെടുന്നത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അങ്ങേ ഇരട്ടി കൃപകളാണ്. എനിക്കൊന്ന് കൊച്ചുത്രേസ്യാണെന്ന് ഒന്ന് പറഞ്ഞത്, നരകത്തിൽ കിടക്കുന്ന മുഴുവൻ പിശാചുക്കളും നമുക്ക് ചെയ്യുന്നതിനേക്കാളും ദ്രോഹം ഒരു പാപം നമുക്ക് ചെയ്യുമെന്ന്. ഞാൻ എന്താ പറഞ്ഞേ? നരകത്തിൽ കിടക്കുന്ന മുഴുവൻ പിശാചുക്കളും നമ്മുടെ ആത്മാവിനുണ്ടാക്കുന്ന നഷ്ടത്തെക്കാളും വലുതാണെന്ന് ഒരു പാപം നമ്മുടെ ആത്മാവിനുണ്ടാക്കുന്ന നഷ്ടം. അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? പാപം ചെയ്യാൻ പാടില്ല. വേറൊരു ആംഗിളിൽ നമുക്കിതിനെ കാണാൻ പറ്റേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഓരോ പാപം ചെയ്യുമ്പോഴും ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മളെക്കുറിച്ച് വേദന തോന്നുന്നത് നമ്മൾ പാപം ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവുന്നു. നമ്മളൊരു പാപത്തിലേക്ക് പോകുമ്പോൾ കർത്താവിന് അതൊട്ടും സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്തോരം വലിയ പ്രാർത്ഥിച്ചു, ഭയങ്കര ഫ്രണ്ടിൽ നിന്നു, ആരാധിച്ചു, തലയിറങ്ങി വീണു, ബോധം കെട്ടു, ഇതൊന്നും കർത്താവിന് സന്തോഷം തരുന്ന കാര്യമല്ല. കർത്താവിന് സന്തോഷം തരുന്നു വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. കൺവെൻഷൻ നടത്തി, ധ്യാനം നടത്തി, ബൈബിള് പഠിപ്പിച്ചു, അതിനൊക്കെ പിണ്ണാക്കിൻ്റെ വിലയുള്ളൂ. ദൈവം സന്തോഷിക്കുന്ന എന്തിനാ? പാപം ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പാപം ചെയ്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി, ഒരു മനുഷ്യനെ ദൈവം മഹത്വമുള്ളവനായിട്ട് കാണുന്നത് അവൻ പാപത്തിന് വേണ്ടി വില കൊടുക്കുമ്പോഴാണ്, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി. ഒരാളിൽ എന്തുമാത്രം ദൈവം ഉണ്ടെന്ന് അളക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതല്ലാതെ അയാൾ എന്നാ ചെയ്തു, മിനിസ്ട്രി, വരം, ദാനം, അയാൾ തലകുത്തി മറിഞ്ഞു, അത്ഭുതം പ്രവർത്തിച്ചു, മരിച്ചവനെ എഴുന്നേൽപ്പിച്ചു, ഒരു പിണ്ണാക്കുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ. സ്വകാര്യ ജീവിതത്തിൽ പാപം ചെയ്യാൻ ഒരവസരം ഉണ്ടായപ്പോൾ അതിനോട് ദൈവസ്നേഹത്തെ പ്രതി നോ പറഞ്ഞു. ദൈവത്തിന് സന്തോഷം ഉണ്ടാവും. ഹല്ലേലൂയ. മനസ്സിലായി? കോപിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി, കോപിച്ചില്ല. മനസ്സിലായോ? ഒരാൾക്കെതിരെ ഉപദ്രവം ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു സാഹചര്യം ഉണ്ടായി, ക്ഷമിച്ചു. നമ്മളെ വേദനിപ്പിച്ച ഒരാളെ ഡാമേജ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സാധനം നമ്മുടെ കയ്യിലുണ്ട്, പോട്ടെന്ന് വെച്ചു. അപ്പോൾ ദൈവം പറയും അപ്രീഷിയേറ്റ്, ഇഷ്ടപ്പെട്ടെന്ന് പറയും. ആത്മാവിൽ അത്രയും കൂടെ കൃപ നിറയും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഒരു പാവത്തെ തോൽപ്പിക്കുമ്പോൾ കോടിക്കണക്കിന് കൃപകളാണ് ആത്മാവിൽ നിറയുന്നത്. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ പാപത്തോട് എപ്പോഴും യുദ്ധം ചെയ്യും. ഒരു പാപത്തിൽ വീഴുമ്പോൾ നമ്മൾ നരകത്തിലോട്ടൊന്നും പോണില്ല, പക്ഷേ കോടിക്കണക്കിന് കൃപകളാണ് ആത്മാവിന് നഷ്ടപ്പെടുന്നത്. ഇത് രണ്ടും ഓർത്തോണം.
അത് ചെറുതായിട്ടൊന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. അതായത് ഞാൻ വേറൊന്നും ചിന്തിക്കരുത്, ഉള്ള കാര്യം അതുപോലെ പറയുകയാണ്. അതായത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് ദൈവ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര്, പലരുടെയും ജോലിയും അധ്വാനവും കാണുമ്പോൾ എനിക്ക് തന്നെ കണ്ണ് നിറഞ്ഞു പോകുന്ന വിധത്തിലാണ് അവർ കഷ്ടപ്പെടുന്നത്. പക്ഷേ അവരുടെ ആത്മാവിൽ കൃപ വളരുന്നില്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ എന്താണ് ഇവർ കയറി വരാത്തേ, എന്താ കയറി വരാത്തേ, ഒരു കൃപയിൽ കയറി വരുന്നില്ല. എന്നാൽ അതിന് പറ്റിയ ഒരു എൻവയൺമെൻറ്റിലാണ് നിൽക്കുന്നത്. നല്ല ധ്യാനകേന്ദ്രത്തിൻ്റെ അന്തരീക്ഷമൊക്കെ ഉണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ജോലിയൊക്കെ ചെയ്യുന്ന കണ്ടാൽ നമുക്ക് അമേസിങ് ആയ ഹാർഡ് വർക്കാണ്. പക്ഷേ 1 കൊല്ലം 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടും ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ അങ്ങോട്ട് കയറി വരുന്നില്ല. അതിന് എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്. എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും എന്തെന്നറിയാമോ, ഈ ആർജിച്ചെടുക്കുന്ന കൃപ മുഴുവൻ ലഘുപാപങ്ങളെന്ന് വിചാരിക്കുന്ന പാപങ്ങളിലൂടെ കളയുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ മാനസാന്തരപ്പെടുത്തേണ്ട ഒരു അനോയിന്റിങ് വർക്ക് ചെയ്യേണ്ട അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സംഭവം കയറി വരുന്നില്ല. കാരണം എന്താ പറയുക, അതുപോലാണ് കൃപ നഷ്ടപ്പെട്ടു പോവുക. അത് ഈ നമ്മൾ വിചാരിക്കും ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ലല്ലോ എന്ന്. കൃപ പോവാൻ വ്യഭിചാരം ചെയ്യണമെന്നില്ല. മനസ്സിലായോ? മിണ്ടാതെ നടന്നാൽ മതി. ഒരുത്തനോട് 2 ദിവസം ഒരാളോട് പിണങ്ങി നടന്നാൽ മതി. 25 കൊല്ലം ആർജിച്ചെടുത്തത് ഷൂന്നങ്ങ് പോകും. മനസ്സിലാവുന്നേ പറയുന്നത്? 2 ദിവസം ഒരുത്തനോട് പിണങ്ങി നടന്ന ആരോടും മിണ്ടാ എങ്ങനെ നടക്കുക, പിണങ്ങിയിട്ട് കഷ്ടം തോന്നും നമുക്ക്. കാരണം എന്തോരം കൃപ ആർജിച്ചെടുത്ത ആളുകളാ. വർഷങ്ങളുടെ സമർപ്പണം, വർഷങ്ങളുടെ ദൈവസ്നേഹം, ഇച്ചോടൊക്കെ നല്ല സ്നേഹം, പക്ഷെ കളയാണ്ട്. ഇവിടെയാണ് ദൈവമക്കൾ അത്രയും ഗൗരവമായിട്ട് കാണണം പാപത്തെ. എന്നിട്ട് അതിനോട് ഫൈറ്റ് ചെയ്യണം. പാപം ചെയ്യില്ല, പാപം ചെയ്യാൻ പാടില്ല. ഒരു ചെറിയ പാപം വന്നാൽ അപ്പം തന്നെ അനുദപിച്ച് തിരുത്തി പ്രായശ്ചിത്തം ചെയ്ത് കയറി വരണം. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ്, അതാണ് നമ്മൾ ഇത് എന്താ പറയുക, ഒത്തിരി പ്രാർത്ഥനാ കേന്ദ്രങ്ങളുണ്ട്, പക്ഷേ വിശുദ്ധിക്ക് വേണ്ടി ഒരു ദാഹം ജനത്തിനുണ്ടാവുന്നില്ല. അംബാനിയാവാനും അദാനിയാവാനും ആണ് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധരാവാൻ ആരും പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? അതായത് എല്ലാവർക്കും ഈ ഭൂമിയിൽ നേട്ടങ്ങൾ ഉണ്ടാവാനാണ് പ്രാർത്ഥനകളെല്ലാം. മനസ്സിലായി? അതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങളെ കോരിത്തെരിപ്പിക്കാത്തത്. മനസ്സിലായോ? എനിക്കറിയാം നിങ്ങളെ ഇങ്ങനെ ഞരമ്പ് ത്രസിപ്പിക്കുന്ന രീതിയിൽ സംഭ്രമിപ്പിച്ച് നിങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കാനൊക്കെ എനിക്കറിയാം. ലോക വിഷയം പറയണം. ദാ ഇന്ന് നിന്റെ വീട്ടിൽ നീ ചെല്ലുമ്പോൾ അത്ഭുതം കാണുമെന്ന് പറഞ്ഞാൽ ടപ്പെന്നിപ്പോൾ കൈയടി വരും, ഹല്ലേലൂയ വരും, എല്ലാം വരും. എന്നാൽ ഞാൻ പറയുകയാണ്, വിശുദ്ധി ദൈവം തരും. വിശുദ്ധി പാപം ചെയ്യാതിരിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞാൽ നേരെ ഇരുന്നവൻ്റെ തല പോലും അങ്ങ് ആമാശയത്തിലേക്ക് പോയി. കാരണം എന്നറിയാം, ഇത് നമ്മളെ മോഹിപ്പിക്കുന്നില്ല. ഇത് നമ്മളെ മോഹിപ്പിക്കുന്നില്ല. ഇതിനോട് നമുക്കൊരു ആഗ്രഹമില്ല. ഇത് എന്നിൽ സംഭവിക്കുന്നത് നമുക്ക് ആഹ്ലാദമില്ല. അതുകൊണ്ടത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ 7-നും 8-നും ഇടയ്ക്ക് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? റോമർ 7-നും റോമർ 8-നും ഇടയ്ക്ക് 2 കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. 1 പെന്തക്കോസ്ത, 2 വിശുദ്ധിക്ക് വേണ്ടിയുള്ള അദമ്യമായ ആഗ്രഹം. ഇനി വായിക്കുക റോമർ 8:1. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഉറക്കെ വായിക്ക്, ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് എന്തെന്നാൽ യെസ്. അപ്പൊ ഒന്നാമത്തെ കാര്യം ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട്, എപ്പോഴെങ്കിലും അല്ല, എപ്പോഴും. അതാണ് അവിടുത്തെ മനസ്സിലാക്കേണ്ട വാക്ക്. ആകയാൽ എന്നെങ്കിലും ഒരിക്കൽ 1920 യേശുക്രിസ്തുവിനോട് മാമോദീസ വഴി ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധിയില്ല എന്നല്ല, എപ്പോഴും യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് വിശദീകരിക്കുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം യേശുക്രിസ്തുവിലുള്ള
അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമുക്ക് നിയമമില്ല, നമ്മൾ നിയമത്തിൽ നിന്ന് സ്വതന്ത്രരായി എന്ന് വെച്ച് നമുക്ക് നിയമം ഇല്ലെന്നല്ല. നമുക്ക് വേറൊരു നിയമമുണ്ട്. ആരുടെ നിയമം? യേശുക്രിസ്തുവിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കണമെന്ന നിർബന്ധം, യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്ന ദൈവത്തിൻ്റെ ഡിമാൻഡ്, അതാണ് യേശുക്രിസ്തുവിലുള്ള നിയമം. യേശുക്രിസ്തു ജീവിച്ച പോലെ ജീവിക്കണം എന്ന നിയമം. വേറെ അല്ലാതെ ഒറ്റപ്പെട്ട നിയമങ്ങളൊന്നുമില്ല. അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അതൊന്നുമല്ല. എല്ലായ്പ്പോഴും യേശുവിനെ പോലെ ജീവിക്കണം എന്ന നിയമം. യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ മറ്റ് പഴയ നിയമങ്ങളിൽ നിന്ന്, അല്ലെ ആചാര നിയമങ്ങളിൽ നിന്ന്, സാബത്ത് നിയമങ്ങളിൽ നിന്ന്, ഭക്ഷണ നിയമങ്ങളിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. നിയമമില്ലെന്നല്ല, വേറൊരു നിയമമാണ് നമുക്കിപ്പോൾ ഉള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തേത്, ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൻ്റെ പ്രത്യേകത, ആ നിയമം ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ആ നിയമം എന്നോട് പറയുന്നു അസൂയപ്പെടരുത്, പക്ഷേ എൻ്റെ ശരീരം എന്നെ അതിന് സഹായിക്കുന്നില്ല. ശരീരത്താൽ ആ നിയമം ബലഹീനമാക്കപ്പെട്ടു. ആ നിയമം പാലിക്കാൻ ഈ ശരീരം സമ്മതിക്കുന്നില്ല. അതാണ് ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ അതായത് യേശുവിൻ്റെ കുരിശു മരണം, യേശു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം ഒറ്റ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. യേശു നമുക്ക് പകരം കുരിശിൽ മരിച്ചപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു? ആ മരണത്തിലൂടെ അവിടുത്തെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചു. ഇപ്പോൾ നമ്മളെ ഈ പിടിച്ച് ശരീരം മാത്രമല്ല ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നത്. നേരത്തെ നമുക്ക് ശരീരത്തിൻ്റെ ആസക്തികൾ മാത്രമേ, ശരീരത്തിൻ്റെ വാസനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ യേശുക്രിസ്തുവിനോട് വന്നപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആത്മാവ് നമ്മളെ ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരേ സമയത്ത് നമുക്ക് രണ്ട് വശത്തേക്കുള്ള ഒരാകർഷണമുണ്ട്. ശരീരം നമ്മളെ ലോകത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു, അതേ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ യേശുവിൻ്റെ ജീവിതം നയിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുണ്ടോ? ഉണ്ട്, അതുണ്ട്. അടുത്ത വാക്യം, ഇത് 4-ാമത്തെ വാക്യം. ഇത് ശരീരത്തിൻ്റെ പ്രവണത, ആത്മാവിൻ്റെ പ്രചോദനം. യെസ്, ഇങ്ങോട്ട് നോക്ക്. ഇനി നമുക്ക് രണ്ട് പ്രഷറുണ്ട്. ഒന്ന് ശരീരത്തിൻ്റെ പ്രവണത, ടെൻഡൻസീസ് ഓഫ് ദ ഫ്ലഷ്. ടെൻഡൻസി, പ്രവണത, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ശരീരത്തിൻ്റെ പ്രവണത ഉള്ള നമ്മളിൽ ആത്മാവിൻ്റെ ആ വാക്യം എന്താ? പ്രചോദനം. ലിസൺ. പിശാച് ബാധ, പരിശുദ്ധാത്മ അഭിഷേകം. പരിശുദ്ധാത്മ ബാധ എന്ന് പറയുമോ? ഇല്ല, പറയില്ല. കാരണം പിശാച് ഒബ്സസ് ചെയ്യും, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കും. പിശാച് നിർബന്ധിക്കും. മനസ്സിലായോ? പിശാച് കയറി കഴിഞ്ഞാൽ പിശാച് നിർബന്ധിക്കും അങ്ങനെ തന്നെ ചെയ്യാൻ. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒബ്സസ് ചെയ്യില്ല, പ്രേരിപ്പിക്കും. ബിക്കോസ് ഹീസ് എ ജെന്റിൽ സ്പിരിറ്റ്. മാന്യനാണ്. കയറി പിടിച്ചു വലിച്ച് മര്യാദയ്ക്ക് അങ്ങനെ പറയില്ല. പ്രേരണയേ ഉള്ളൂ. പ്രേരണ, അത് ആ വാക്ക് ശ്രദ്ധിക്കണം. പ്രചോദനം. ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ ഏത് നിയമത്തിൻ്റെ അനുശാസനം? യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം. യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാനുള്ള ആ ഡിമാൻഡ് നമ്മളിൽ സഫലമാകുന്നതിന് വേണ്ടി ആത്മാവ് നമ്മളെ ഇവിടുന്ന് ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെന്തക്കോസ്ത കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ നന്മ ചെയ്യാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അടുത്ത വാക്യം എന്തെന്നാൽ, ജഡികമായി ജീവിക്കുന്നവർ ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ. ഇവിടെ അപ്പസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ആത്മാവിൻ്റെ പ്രേരണയിൽ ട്യൂൺ ചെയ്യപ്പെടാൻ പറ്റണമെങ്കിൽ ഇതിനിടയ്ക്ക് ശരീരത്തിനും ആത്മാവിനും, ഇങ്ങോട്ട് നോക്ക്, ശരീരത്തിനകത്ത് എന്ത് കിടക്കുന്നു? പാപം. ആ പാപം കിടന്ന് പാപം ചെയ്യാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആത്മാവിൽ ആരിയ്ക്കുന്നു? പരിശുദ്ധാത്മാവ് യേശുവിനെ പോലെ അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് വേറൊരു സാധനമുണ്ട്. എന്താ? മനസ്സ്.
മനസ്സിലായോ? ശരീരം കിടന്ന് പാപത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മാവിൽ പരിശുദ്ധാത്മാവ് യേശുവിനെ പോലെ ആവാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇതിനിടയ്ക്ക് എന്തോ ഉണ്ട്. അപ്പൊ അപ്പസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു ബലം കിട്ടണമെങ്കിൽ ഈ മനസ്സിനകത്ത് എന്താ നിറയ്ക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ, ഈ ഇൻസ്റ്റഗ്രാം റീലിൽ വരുന്ന ചപ്പും ചവറും എല്ലാം ആണ് മനസ്സിൽ നിറയ്ക്കുന്നതെങ്കിൽ അങ്ങോട്ട് പോകാനായിരിക്കും പ്രേരണ കൂടുതൽ. എന്നാൽ കർത്താവിൻ്റെ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ ആണ് മനസ്സിൽ നിറയ്ക്കുന്നതെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ബലം കൂടുതൽ കിട്ടും. ഇപ്പം മനസ്സിലാവുന്നോ എന്താ ഈ അങ്ങോട്ട് പോകുന്നതെന്ന്? അപ്പം അവിടെ കാണുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത് ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായി? എപ്പോഴും നമ്മൾ ഈ ഫേസ്ബുക്ക്, വാട്സപ്പ്, അതിനകത്ത് വരുന്നതിന് മജോറിറ്റി കാര്യങ്ങളും നല്ലതൊന്നുമല്ല. മനസ്സിലായില്ലേ? നല്ലതൊന്നുമല്ല. മറ്റേ 3 പെൺപിള്ളേർ ചേർന്ന് ദിയെ പറ്റിച്ചു. ബൈ ദ ബൈ, ദിയ എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ പിന്നെ ഞാൻ പറയുന്നേ, ദിയെ നമുക്കിഷ്ടമാണെങ്കിലും ഈ പറയുന്ന എല്ലാം, ഈ ഇതിനകത്ത് വായിക്കുന്ന വാർത്തകൾ, കാര്യങ്ങളെല്ലാം ഈ ലോകത്തിൻ്റെ മത്സരം, വഴക്ക്, പ്രതികാരം, അതിൻ്റെ അകത്ത് കിടക്കുന്ന സ്പിരിറ്റ് എന്താ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് കിടക്കുന്ന സ്പിരിറ്റ് എന്താ? അതൊന്നും നമുക്ക് ആത്മാവിൽ വളർത്തുന്ന സ്പിരിറ്റ് അല്ലത്. ആണോ? വൈരാഗ്യം. നമുക്കും തോന്നുകയാണ് അവളുമാർക്കിട്ട് നല്ല 2 പാഠം കൊടുക്കണം, പൈസ അടിച്ചു പറ്റിയല്ലേ നമ്മുടെ ദിയയുടെ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നോ? എന്നാൽ അതേസമയം ഇതൊന്നും വേണ്ട, ഈ ചപ്പും ചവറൊന്നും വേണ്ട. ആത്മാവിൻ്റെ കാര്യങ്ങൾ വെക്കാം. ആത്മീയ കാര്യങ്ങൾ വായിക്കുക, വചനം വായിക്കുക, വചനം കേൾക്കുക, വചനം പഠിക്കുക. രാവിലെ എപ്പോഴും ശ്രദ്ധിച്ചോണം, രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ഫോൺ എടുക്കരുത്. ഇന്ന് മൗണ്ട് കാർമേലിൽ വെച്ചൊരു തീരുമാനം എടുത്തു. ഒന്ന്, ഫോൺ നോക്കിക്കൊണ്ട് കിടന്ന് ഉറങ്ങരുത്. 2, എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കിക്കൊണ്ട് എഴുന്നേക്കരുത്. ഇന്ന് തീരുമാനം എടുത്തോണം. എന്താ കാര്യം എന്നറിയാമോ? ആദ്യത്തെ ഒരു 4-5 മിനിറ്റുകൾ നമ്മുടെ മനസ്സിൽ എന്ത് നിറയുന്നോ അതാണ് മിക്കവാറും ആ ദിവസം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. ഫോൺ അത് തൊടുകയും ചെയ്യരുത്. നേരെ പോയി ഇച്ചിരി നേരം പ്രാർത്ഥിച്ച്, ബൈബിളൊക്കെ വായിച്ച്, ഒരു പാവപ്പെട്ട മനുഷ്യൻ ബൈബിളിനെ ഏറെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്, അതൊക്കെ കേട്ട് വായിച്ച് അത് ഫോണിലാണെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് ഏതാ കേൾക്കട്ടെ? ഏതാ? വായിക്കുമല്ലേ? വെരി ഗുഡ്. ചേട്ടനാണ് ചേട്ടൻ. അപ്പോൾ അങ്ങനെ കേട്ട്, ഞാൻ പറയുന്ന വചനം കേട്ട്, ദൈവകാര്യങ്ങൾ കേട്ട്, മനസ്സിലാവുന്നോ? അത് നമ്മൾ തീരുമാനം എടുക്കണം. അല്ലാതെ നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം, ഇന്ന് ആരെല്ലാം എന്തെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. പിന്നെ നോക്കാം. ഇപ്പം നോക്കരുത്. ഇപ്പം നമുക്ക് നോക്കാനുള്ളത് കർത്താവിൻ്റെ കാര്യങ്ങൾ എന്താ. വചനം കേൾക്കാനുണ്ടോ? അത് കേൾക്കാം. ഇനി അത് വേണ്ട, അത് കേൾക്കുന്നില്ല, പ്രാർത്ഥിക്കാം. ഇച്ചിരി നേരം പോയി പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് അതിന് വേണ്ട സഹായമൊക്കെ കർത്താവിനോട് ചോദിച്ച് ബിഗിൻ ദ ഡേ. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നോ? മനസ്സിൽ എന്ത് നിറയ്ക്കുന്നു എന്നുള്ളതാണ് എങ്ങോട്ട് പോകുന്ന തീരുമാനിക്കുന്നത്. ആ വാക്യം വായിക്ക്. ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്, കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ. അതായത് ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദർ പറയുമായിരുന്നു, മക്കളെ, ഈ ലോകത്തുള്ള എല്ലാം കണ്ടും കേട്ടും നമുക്ക് വിശുദ്ധരാവാൻ പറ്റത്തില്ല. ലോകത്തുള്ള എല്ലാം കണ്ടും കേട്ടും നമുക്ക് വിശുദ്ധരാവാൻ. ഈ ഒരാളിങ്ങനെ പറയുന്നത് കേട്ടു, അതായത് യേശു ഇടയ്ക്കിടയ്ക്ക് കണ്ണുകളെ ഉയർത്തി നോക്കുവിൻ എന്ന് പറയത്തില്ലേ?
അതിൻ്റെ കാരണം ഈശോ അല്ലാത്ത സമയത്തെല്ലാം നടന്നത് ഇങ്ങനെ കണ്ണ് താഴ്ത്തിയായിരുന്നെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അതായത് എപ്പോഴും കണ്ണ് പൊക്കി നടക്കത്തില്ല, അല്ലാത്ത സമയത്തെല്ലാം ഒത്തിരി കാണണ്ടാന്ന്. കാത് തുറന്ന് കേൾക്കുവിൻ എന്നിട്ട് ചിലടത്ത് പറയത്തില്ല അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്ന്. അതിന്റെ കാരണം അല്ലാത്ത സമയത്തൊക്കെ അവൻ പതുക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നേന്ന്. അതാ ഈ ഉറക്കെ പറഞ്ഞിരിക്കുന്നത്, എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ കാണണ്ട, ഒത്തിരി കാര്യങ്ങൾ കേൾക്കണ്ട, ഒത്തിരി കാര്യങ്ങൾ അറിയണ്ട. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന്, പരിശുദ്ധാത്മാവിൻ്റെ ആകർഷണം അങ്ങനെ ഒരു ഹൃദയത്തിന് കിട്ടത്തില്ല, അല്ലെങ്കിൽ അതിന് ഒരു ആകർഷണം വരുത്തില്ല. അടുത്ത വാക്യം, ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം. ഇപ്പം ശരീരത്തിൽ ഈ പാപപ്രവണതകളെല്ലാം ഉണ്ട്. അപ്പോൾ ശരീരത്തെ അപ്പോസ്തലൻ വിളിക്കുകയാണ് ഒരു മരിച്ച ശരീരമാണിത്. ഇതിന് ജീവനൊന്നുമില്ല, ശരീരത്തിൽ പാപമെല്ലാം ഉണ്ട്. ഇപ്പോഴും പാപപ്രവണതകളുണ്ട്. പാപം ചെയ്യുന്നു എന്നല്ല, പാപം ചെയ്യാനുള്ള വാസനകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നാൽ അതേസമയം തന്നെ ആത്മാവിൽ ആരുണ്ട്? ക്രിസ്തു ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. അവൻ എന്ത് ചെയ്യും? അവൻ ഈ ആത്മാവിലൂടെ നിങ്ങളുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും. അടുത്ത വാക്യം, നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പതുക്കെ ഈ ശരീരത്തിലെ പാപം കുറഞ്ഞു വരും. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ആത്മാവിനാൽ നിഗനിക്കുന്നെങ്കിൽ മതി. 14 മുതൽ 13 മുതൽ നമുക്ക് അടുത്ത മാസം എടുക്കാം. അപ്പോൾ കുറച്ചൊക്കെ ഇനി വീണ്ടും വായിക്കണം. ഇത് 7, 8 ഒക്കെ വീണ്ടും വായിക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇന്ന് മടങ്ങി പോകുമ്പോൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എപ്പോഴും എന്നിൽ നിറഞ്ഞു നിന്ന് എനിക്ക് ക്രിസ്തുവിൻ്റെ നീതി ജീവിക്കാനുള്ള കൃപ തരണമേ എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ.